ഹായ് ഹലോ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വളരെ കോമൺ ആയിട്ടുള്ള എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്, ഉഴുന്നുവട. ഞാൻ ഇതിനു മുന്നേ 2-3 പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഇത്രയും ക്രിസ്പി ആയിട്ട് എനിക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത്. നമുക്ക് എങ്ങനെ ഉഴുന്നുവട ഉണ്ടാക്കുന്നതെന്നൊന്ന് നോക്കാം. ആദ്യം ഉഴുന്ന് 3-4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വയ്ക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. ഇത് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഞാൻ അങ്ങനെയാണ് അരച്ചത്. ആദ്യമൊക്കെ ഞാൻ ഉണ്ടാക്കുന്ന സമയത്ത് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാറുണ്ട്. ഈ പ്രാവശ്യം ഞാൻ അരച്ചത് ദോശമാവിൻ്റെ അതേ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ടില്ല. നേരിയ ഒരു തരി വരുന്ന രീതിയിലാണ് അരച്ചെടുത്തത്. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ച് 2-3 സ്പൂൺ വെള്ളം മാത്രം ഒഴിച്ചാണ് അരച്ചെടുത്തത്. നന്നായി അരച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇത് കൈ വെച്ച് നന്നായി അടിച്ചെടുക്കാം. നന്നായിട്ട് ഇതിൽ കാണുന്ന പോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. കുറച്ച് സമയം നന്നായിട്ട് ഇതേ രൂപത്തിൽ അടിച്ചെടുക്കാം. ഇങ്ങനെ നന്നായി അടിച്ചെടുത്ത മാവ് നമുക്ക് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കുറച്ചിട്ടിട്ട് അതിൻ്റെ പരുവം ശരിയാണോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. അതിന് കുറച്ചെടുത്ത് വെള്ളത്തിലിട്ട് നോക്കുമ്പോൾ മേലോട്ട് പൊന്തി വരുന്നുണ്ടെങ്കിൽ കറക്റ്റായി എന്ന് മനസ്സിലാക്കാം. എന്നിട്ട് അത് 2-3 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. പിന്നീട് നമുക്ക് 3-4 പച്ചമുളക്, കുറച്ച് കുരുമുളക്, കറിവേപ്പില, ഇഞ്ചി ഇവയെല്ലാം ചെറുതായി അരിഞ്ഞെടുക്കാം. പിന്നീട് നമുക്ക് അരിഞ്ഞെടുത്ത പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, കുരുമുളക് നന്നായി ചതച്ച് എടുത്തതിന് ശേഷം, ഒരുപാട് അങ്ങ് ചതയേണ്ട, ചെറുതായിട്ടൊന്ന് ചതച്ചതിന് ശേഷം അതും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഈ മാവിലേക്ക് ഞാൻ വളരെ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർക്കുന്നത് ചെറിയൊരു കളറിന് വേണ്ടിയിട്ടാണ് ചേർക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 സ്പൂൺ പുട്ടുപൊടി കൂടി ചേർക്കുന്നുണ്ട്. ക്രിസ്പിയായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചേർക്കുന്നത്. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുക്കുക. പിന്നീട് നമുക്ക് ചീനച്ചട്ടി വെച്ച് ഓയിലൊഴിച്ച് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചുട്ടെടുക്കാം. ഇങ്ങനെ മാവ് ചുട്ടെടുക്കുന്നതിന് ആയിട്ട് കുറച്ച് വെള്ളം കൂടി വയ്ക്കണം. ഈ വെള്ളത്തിൽ കൈ നന്നായി മുക്കിയതിന് ശേഷം വേണം മാവെടുത്ത് നമുക്ക് ഓയിലിലേക്ക് ഇടാൻ, അല്ലെങ്കിൽ മാവ് കയ്യിൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിനുശേഷം കൈ നന്നായി വെള്ളത്തിൽ മുക്കിയതിന് ശേഷം മാവ് ചെറിയ ഉരുളകളാക്കി ചെറിയ ഒരു ഹോളുണ്ടാക്കി നമുക്ക് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഓരോന്നായിട്ട് നമുക്ക് പൊരിച്ചെടുക്കാവുന്നതാണ്. അതേസമയം നമുക്ക് ഉഴുന്നുവടയിലേക്ക് ആവശ്യമായ ഒരു ചട്നി ഉണ്ടാക്കാം. അതിന് 2 സ്പൂൺ തേങ്ങ, കുറച്ച് മല്ലിയില, പിന്നീട് കുറച്ച് ഉപ്പ്, 2 പച്ചമുളക്, പുളിക്ക് ആവശ്യമായ കുറച്ച്, ഞാൻ തൈരാണ് ഇതിലേക്ക് ചേർക്കുന്നത്, എല്ലാം കൂടി അരച്ച് എടുക്കാം. വടയോടൊപ്പം ഞാൻ ചായ കൂടി ഉണ്ടാക്കാമെന്ന് കരുതി. അതിന് ചായ ഉണ്ടാക്കാനായി 2 ഏലക്കായ
ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടി ചേർത്തിട്ടുണ്ട്. ഇങ്ങനെ ഒന്ന് ചായ ഉണ്ടാക്കി നോക്കും, വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ വടയും ചട്നിയും ചായയും എല്ലാം റെഡി ആയിട്ടുണ്ട്. നിങ്ങളും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. വളരെ ടേസ്റ്റിയും ക്രിസ്പിയുമായ വട ഉണ്ടാക്കാവുന്നതാണ്.